കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന ഇന്ന് വേദനിക്കുന്ന ഓരോ മക്കളെയും ഞാൻ ഇപ്പോഴത്തന്നെ പ്രഭാതത്തിലെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഈശോയെ, തങ്ങളുടെ കഴിവുകൾ കൊണ്ട് ഇനി ഞങ്ങൾ തനിക്ക് രക്ഷയില്ല, ദൈവം നേരിട്ട് ഇറങ്ങി വന്നാലേ ഞങ്ങളിന് രക്ഷപ്പെടൂ, അമ്മേ അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങനെ കരഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇന്നലെ പ്രാർത്ഥന കിടന്നവരുണ്ട്, ദീർഘനിശ്വാസത്തിൽ ഉറങ്ങാൻ പോകുന്ന മുമ്പ് ഇങ്ങനെ പറഞ്ഞ് കിടന്നവരുമുണ്ട്. അവരെല്ലാം ഇന്ന് സന്ധിക്കാൻ വേണ്ടി ഞാൻ അവരെ അതിപ്രഭാതത്തിൽ തന്നെ അമ്മയുടെ തിരുസേനയെ കൊണ്ടുവരികയാണമ്മേ. അവരെല്ലാം ആശീർവദിക്കണം. അവരെന്തിനെ ഓർത്താണ് വേദനിക്കുന്നത്, ആരെ ഓർത്താണ് വേദനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് അവർ പരക്കം പായുന്നത്, അവരെ സഹായിക്കാൻ ആരുമില്ലാത്തവരുണ്ട്. കർത്താവേ, അങ്ങനെയുള്ളവരെ നീ സന്ധിക്കണം. ഇന്ന് ഭാര്യ മരിച്ച 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു ഭർത്താവ് വന്ന് എൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആരും ഇല്ല അച്ഛാന്ന് പറഞ്ഞു. അപ്പം ജീവിത പങ്കാളി എല്ലാം ആയതുകൊണ്ടാണ് അവരങ്ങനെ ആരും ഇല്ലെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ദുഃഖം എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. കാര്യം അവരുടെ എല്ലാ കാലാവസ്ഥയിലും എല്ലാ സമയങ്ങളിലും എല്ലാത്തിനും ഉണ്ടായിരുന്ന ഒരാൾ ഒരു നിമിഷം ഇല്ലാണ്ട് വരുമ്പോൾ 2 കുഞ്ഞുങ്ങളും അപ്പനും മാത്രം ആകുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അതുപോലെ തന്നെ അതുപോലുള്ള വേദനകൾ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. മകൻ മരിച്ചു പോയവരുണ്ട്. അവനെ ഓർത്തുള്ള വേദനകൾ മാതാപിതാക്കന്മാരും പരസ്പരം മിണ്ടാതെ തേങ്ങി നടക്കുന്നവരുണ്ട്. കർത്താവേ, പല പല കാര്യങ്ങൾക്ക് വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ജയിലിൽ അകപ്പെട്ടവരുണ്ട്, നാട്ടിൽ വരാൻ പറ്റാത്തവരുണ്ട്, കൂടെ പരീക്ഷ തോക്കുന്നവരും കൂടെ വിസ പ്രോസസ്സ് പരാജയപ്പെടുന്നവരും. ഇനി എന്ത് ചെയ്യും ദൈവമേ, നാട്ടിൽ നിൽക്കാനും പാടില്ല, പോകാൻ പറ്റണമില്ല. വല്ലാത്ത വിഷമം കൊണ്ട് വല്ലാത്ത വേദന അകപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ജീവിതം കൈവിട്ട് പോകുമ്പോൾ ഉടമ്പടി മാത്രമല്ലേ ഉള്ളൂ. കാര്യം ഉടമ്പടി മാത്രമാണ് നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യുന്നത്. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടാണെന്ന് ആ വാഗ്ദാനത്തിൻ്റെ വാതിലാണ് കർത്താവ് എന്നേ. എല്ലാ മനുഷ്യരുടെയും എല്ലാ വാതിലും അടയുമ്പോൾ വാഗ്ദാനം നിൻ്റെ വാതിൽ, നിൻ്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് പറയുന്ന വാതിൽ കൃപയുടെ വാതിലാണ്. നീ യേശുക്രിസ്തുവിനെ തുറന്നു വെച്ച മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുവിനോടുകൂടി തുറന്നു വെച്ച വാതിൽ, അനുഗ്രഹത്തിൻ്റെ ആശ്വാസത്തിൻ്റെ വാതിൽ എല്ലാവർക്കും തുറന്നു കൊടുക്കണം കർത്താവ്. തീ കത്തുമ്പോൾ അതിൽ വെന്തുരി പോകുമെന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു എമർജൻസി എക്സിറ്റാണ് പരിശുദ്ധ അമ്മ എന്ന് എന്നോട് എത്രയോ പ്രാവശ്യം ഈശോ നീ പറഞ്ഞിരിക്കുന്നു. അതെ, നിൻ്റെ അടുത്ത് വരാൻ അധികാരം ഒരു യോഗ്യതയുമില്ലെങ്കിലും, ഒരു യോഗ്യതയുമില്ലാതിരിക്കുന്ന സമയത്തും നിൻ്റെ അടുത്ത് വരാൻ ഞങ്ങൾക്കുള്ള യോഗ്യത നീ ഞങ്ങൾക്ക് നൽകിയ അമ്മ തന്നെയാണ്. അമ്മ എമർജൻസി എക്സിറ്റാണ്. അതായത് അപകട സമയത്ത്, അങ്ങനെയുള്ളൊരു സമയത്ത്, ഒരു യോഗ്യതയുമില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി രക്ഷപ്പെടുത്താനൊരു വാതിൽ നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന അമ്മ നിൻ്റെ അടുത്ത് കൊണ്ടുവന്നൊരു മനുഷ്യർ പോലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കർത്താവെ, ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും അവരെ സപ്പോർട്ട് ചെയ്യാനോ ശുപാർശ ചെയ്യാനോ ആരുമില്ല. ശുപാർശയും കൊണ്ട് വരുമ്പോൾ അതിനേക്കാൾ വലിയ ശുപാർശയും കൊണ്ട് വന്ന് അവർക്ക് അവരുടെ ഈ കിട്ടേണ്ടത് നഷ്ടപ്പെടുകയും നിസ്സഹായം നിൽക്കുകയും ഈ ജീവിതം എന്തിനു തന്നു എന്ന് പോലും ചിന്തിക്കുന്ന സാധാരണ സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട്. അവിടെ കൂടെ നിന്നുകൊണ്ട് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി അലയുന്നവരെ, മേൽഗതിക്ക് വേണ്ടി പരക്കം പായുന്നവർ, അവിടെ എല്ലാം കൂടെ നീ ഉണ്ടാകണമേ. അമ്മേ, നിൻ്റെ മധ്യസ്ഥം ഉണ്ടാകണമേ. എൻ്റെ കർത്താവെ, ഇന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തും കണ്ടും കേട്ടും ചെയ്ത് തീർത്ത് അവരാശ്വാസത്തോടെ മടങ്ങി വരാൻ കണ്ണുനീരോടെ അവർ വിതക്കുന്നു. ജയഘോഷത്തോടെ കൊയ്തക്കറ്റയുമായി തിരിച്ചു വരുന്നത് അങ്ങനെ വാഗ്ദാനമാണെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവർ ഇന്ന് രാത്രി സന്തോഷത്തിൽ തിരിച്ചു വരാൻ ഇടയാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാമേ.